കലോത്സവത്തിനായി തൃശൂർ ഒരുങ്ങി. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റൊരു പൂരത്തിനായി തൃശൂർ നഗരം സജ്ജമായിരിക്കുന്നു. കലാപൂരത്തിനായി, കലയുടെ മാമാങ്കത്തിനായി എല്ലാവരും കാത്തിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പ്രധാന വേദിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാന വേദിക്കായുള്ള പന്തൽ, വിശാലമായ വലിയ രീതിയിലുള്ള പന്തലും എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ കലയുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. വലിയ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രത്യേകമായിട്ടുള്ള കൊട്ട സജ്ജീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, അജൈവ മാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിച്ചു എന്നുള്ളത് കൊട്ട അവിടെ വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഹരിത കലോത്സവമായി മാറ്റുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ കലോത്സവം പ്രേക്ഷകരിലേക്കും പൂർണ്ണമായി തന്നെ എത്തിക്കാൻ TCVയും സജ്ജമാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്യാമറ കാലുകൾ സൂക്ഷിച്ചിട്ടുള്ളത്, ഈ ക്യാമറ കണ്ണുകളിൽ നിന്ന് പകർത്തുന്ന ദൃശ്യങ്ങൾ മുഴുവനായും തന്നെ കലോത്സവത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ TCVയും സജ്ജമാണ്. ഈ കലാപൂരത്തിലൂടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രധാന വേദിയിൽ വെച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 25 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ, വിവിധ മത്സരങ്ങൾ, പ്രത്യേകിച്ച് സംഘനൃത്തമെല്ലാം ആദ്യ ദിനം തന്നെയുണ്ട് എന്നുള്ളത് വലിയ ആവേശമാണ് കാണികൾക്ക് പകരുന്നത്. ആ ആവേശം പൂർണ്ണമായി പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ മുഴുവനായും പ്രേക്ഷകരിലേക്ക് രാവിലെ 10 മുതൽ രാത്രി 10:30 കഴിയുവോളം വിവിധ വേദികളിൽ നിന്നുള്ള മികച്ച കാണികൾ കാത്തിരിക്കുന്ന ആ കലാ ഇനങ്ങൾ പ്രേക്ഷകരിലേക്ക് TCVയും എത്തിക്കുകയാണ്. ഇതേ സമയം തന്നെ കലവറയിലും ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കലവറയിലേക്കും പോകേണ്ടതുണ്ട്. അങ്ങനെ കലവറയിലാണ് പാലുകാച്ചൽ കഴിഞ്ഞിരിക്കുന്നു, കലവറ ഉണർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെയുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുക എന്താണ് സ്പെഷ്യൽ എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ദോശയാണ്. അപ്പോൾ ദോശയോടൊപ്പം തന്നെ നമ്മളൊരു കൊങ്ങിണി വിഭവം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നവധാന്യ ദോശ. ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് വന്ന ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നവധാന്യ ദോശയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതിലേക്ക് കൊങ്ങിണി ദോശയിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ പുതുമകൾ എന്തൊക്കെയാണ് ഇത്തവണ? പുതുമകളൊന്നും കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് ചക്ക കൊണ്ടുള്ളൊരു പായസമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെ നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ കൊടുത്തിട്ടില്ല. പിന്നീടെല്ലാം ബാക്കിയുള്ള യൂഷ്വൽ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ വൈകുന്നേരം ഊണിന് പകരം ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ നേരത്തെ രാത്രിയിലെ ഊണ് തന്നെയായിരുന്നു. ഇപ്പോൾ രാത്രിയിലും ചപ്പാത്തി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വേളയിലും പല കണക്കുകളാണ് പറയുന്നത്. 3 സമയങ്ങളിൽ എത്ര പേരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം ആവറേജ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 4 മണിക്കും കൂടെ കൂടിയിട്ട് 60,000 പേരെ അവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലാണ്. ഒപ്പം തന്നെ ആ കൊങ്ങിണി ദോശ ഉണ്ടാക്കുന്ന എന്താ പേര്? എൻ്റെ പേര് ശിവാനന്ദ ഭട്ട്. എറണാകുളത്താണ് സ്വദേശം. എന്തായിരിക്കും പ്രത്യേകത? ആ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊങ്ങിണി സമൂഹത്തിൽ നവരാത്രി ദിനങ്ങളിൽ 9 ധാന്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെക്കാറുണ്ട്. ആ നവരാത്രി കഴിയുമ്പോൾ ആ 9 ധാന്യങ്ങളും എടുത്തൊരു സ്പെഷ്യൽ ദോശ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന നമ്പൂതിരി ചേട്ടന് ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ കൊങ്ങിണി ദോശയുടെ രുചി നുകരട്ടെ. എല്ലാവിധ ആശംസകളും. അദ്ദേഹം തീർച്ചയായും ഓരോ തവണയും ഒട്ടും മോശമാക്കാറില്ല. ഓരോ തവണയും ഏറ്റവും ഗംഭീരമായി തന്നെ ആ കലോത്സവത്തിലെ പഴയടം രുചിപ്പെരുമ നമുക്ക് പങ്കുവയ്ക്കാറുണ്ട്. നമുക്ക് കാണാം, പശ്ചാത്തലത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാകുന്നു. കലവറയിൽ നിറയെ സാധനങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ പ്രത്യേക ഒരുക്കങ്ങൾ, മുളക് നന്നാക്കുക ഉൾപ്പെടെ പച്ചക്കറി അരി ഉൾപ്പെടെ വിവിധ ഒരുക്കങ്ങളും തുടരുകയാണ്. അങ്ങനെ ആ കലോത്സവത്തിൻ്റെ ആരവങ്ങളിലേക്ക് തന്നെ തൃശ്ശൂർ നഗരം, ഒപ്പം കലവറയും. അങ്ങനെ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പും തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച കലോത്സവമാക്കി മാറ്റും എന്ന ഉറപ്പിലാണ് തൃശ്ശൂർ നഗരം. ആ നഗരം ഒരു പൂരത്തിന്റെ ആവേശത്തോടുകൂടി ആവേശത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞു. ഒപ്പം ആ കലാപൂരവുമായി TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.